പാകിസ്ഥാനിലെ മഞ്ഞുമലയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം വർഷങ്ങൾക്കു ശേഷം കണ്ടെത്തി. കെഹിസ്ഥാൻ മേഖലയിലെ പർവ്വതനിരയായ ലേഡി വാലിയുടെ കിഴക്ക് ഭാഗത്തു നിന്നാണ് 28 വർഷങ്ങൾക്ക് ശേഷം മൃതദേഹം കണ്ടെടുത്തത്. മഞ്ഞുമലയിൽ ആടുകളെ മേയ്ക്കാൻ പോയ നാട്ടുകാരൻ മൃതശരീരത്തിൽ തട്ടി തടഞ്ഞു വീഴുകയായിരുന്നു. ശരീരത്തിൽ കാര്യമായ കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല. വസ്ത്രങ്ങളുടെ നിറം പോലും മങ്ങിയിരുന്നില്ല. ആ കാഴ്ച അവിശ്വസനീയമായിരുന്നു. ആട്ടിടയനായ ഒമർ ഖാൻ പറഞ്ഞു. വസ്ത്രത്തിൽ ID കാർഡ് അതേപടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോലീസിന് ആളെ കണ്ടെത്താൻ കാര്യമായ പ്രയാസമുണ്ടായില്ല. നസറുദ്ദീൻ എന്നാണ് പേര്. 1997 ജൂണിൽ മഞ്ഞുമലയിടിഞ്ഞാണ് കാണാതായത്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. നസറുദ്ദീൻ സഹോദരൻ ഖദറുദ്ദീനൊപ്പം പതിവായി യാത്ര ചെയ്യാറുണ്ട്. ആ ദിവസം മഞ്ഞുമല കയറാൻ അവർ ഒരുമിച്ചിറങ്ങിയതാണ്. രാവിലെ ലേഡി വാലിയിലെത്തി. നടന്നുമടുത്തപ്പോൾ കുതിരപ്പുറത്തേറി. ഉച്ചയോടെ നസറുദ്ദീൻ അടുത്തു കണ്ട ഗുഹയ്ക്കുള്ളിൽ കയറി. കുറെ സമയം കഴിഞ്ഞിട്ടും കാണാതായതോടെ പലവട്ടം വിളിച്ചു നോക്കി. അകത്തു കയറാൻ കൂടെയുള്ളയാൾ സമ്മതിച്ചില്ല. നേരം ഇരുട്ടായതോടെ പോലീസും നാട്ടുകാരും ചേർന്ന് ഖദറുദ്ദീനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. സഹോദരനെ ഇനിയൊരിക്കലും ജീവനോടെ കാണാനാകില്ലെന്ന സത്യം ഖദറുദ്ദീൻ അപ്പോഴേക്കും മനസ്സിലാക്കിയിരുന്നു. നസറുദ്ദീനെ കാണാതായ പ്രദേശത്ത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മഞ്ഞുവീഴ്ച കുറവാണ്. ഇതോടെ സൂര്യപ്രകാശം നേരിട്ടെത്തി മഞ്ഞുപാളികൾ ഉരുകാൻ തുടങ്ങി. വർഷങ്ങളായി മഞ്ഞിലുറഞ്ഞ മൃതശരീരം അങ്ങനെയാണ് വെളിപ്പെട്ടത്. മഞ്ഞുമലയ്ക്കുള്ളിലെ കടുത്ത തണുപ്പിലേക്ക് ഓക്സിജൻ എത്തിപ്പെടാത്തതിനാലാണ് മൃതദേഹം അഴുകാതിരുന്നതെന്ന് ഇസ്ലാമാബാദ് കോംസെറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗം മേധാവി പ്രൊഫസർ മുഹമ്മദ് ബിലാൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.